الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد سورة هود سورة 9 أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولئن أذقنا الإنسان منا رحمة ثم نزعناها منه إنه ليئوس كفور ولئن أذقنا الإنسان നാം മനുഷ്യനെ രുചിപ്പിച്ചാൽ ആസ്വദിപ്പിച്ചാൽ മിന്ന നമ്മിൽ നിന്നും റഹ്മത്തൻ ഒരു കാരുണ്യം ഒരു അനുഗ്രഹം സുമ്മ നസഇനാഹ പിന്നെ നാം അതിനെ ഊരിയെടുക്കുകയും ചെയ്താൽ അഥവാ നീക്കിക്കളയുകയും ചെയ്താൽ മിൻഹു അവനിൽ നിന്ന് ഇന്നഹു തീർച്ചയായും അവൻ ല യഊസ് അവൻ നിരാശനായി മാറും കഫൂർ നന്ദി കെട്ടവനും ഒന്നുകൂടെ അർത്ഥം പറയാം വലഇൻ അദഖ്നൽ ഇൻസാന അദാഖന രുചിക്കുക എന്നാണ് ആസ്വദിക്കുക എന്ന് അർത്ഥം രുചിക്കുക ദാഖ തുഅമൽ ഈമാനി മൻ റളിയ ബില്ലാഹി റബ്ബൻ ഹദീസില്ലേ ഈമാൻ്റെ രുചി ആസ്വദിച്ചു പറഞ്ഞിട്ട് ഈമാൻ്റെ രുചി ആസ്വദിക്കുക നല്ലൊരു പ്രയോഗമാണ് ആ രുചി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും അവൻ്റെ ഉദ്ദേശവും ലക്ഷ്യമൊക്കെ ദുന്യാവൊന്നും വല്ലാതെ അലട്ടൂല അതാണ് ദാഖ വലഇൻ അദഖ്നൽ ഇൻസാന നാം മനുഷ്യനെ രുചിപ്പിച്ചാൽ അല്ലെങ്കിൽ ആസ്വദിപ്പിച്ചാൽ മിന്ന നമ്മിൽ നിന്നും റഹ്മത്തൻ ഒരു റഹ്മത്ത് ഒരു കാരുണ്യം ഒരു അനുഗ്രഹം സുമ്മ നസഅനാഹ മിൻഹു പിന്നെ നാം അത് അവനിൽ നിന്ന് ഊരിയെടുക്കുകയും ചെയ്താൽ ഇന്നഹു തീർച്ചയായും അവൻ ല യഊസുൻ നിരാശനായിത്തീരും തീർച്ചയായും ല യഊസിൻ്റെ കൂടെ ല ചേർത്തതാണ് തീർച്ചയായും അവൻ നിരാശനാകുന്നു കഫൂർ നന്ദി കെട്ടവനുമാകുന്നു സാധാരണ നമ്മളൊക്കെ അനുഭവിക്കുന്ന നമ്മളൊക്കെ കാണുന്ന ഒരു സംഗതിയാണ് നമ്മൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് അതിൻ്റെ പൊരുളതാണ് മനുഷ്യന് അള്ളാഹു ഒരു ദൗക്ക് ഒരു റഹ്മത്ത് ചെയ്താൽ എന്താവട്ടെ ചിലപ്പോൾ സാമ്പത്തികമായി കുറച്ച് ഐശ്വര്യം അല്ലെങ്കിൽ ശാരീരികമായി ആരോഗ്യം സൗഖ്യം പലതരത്തിലുള്ള നിഅ്മത്തുകൾ മനുഷ്യൻ അല്ലാഹു തആല നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കണമൊക്കെ റഹ്മത്ത് തന്നെയാണ് നമ്മളിപ്പോൾ നടക്കണില്ലേ അപ്പോൾ നടക്കണതിൽ ബന്ധത്ര അനുഗ്രഹം എന്ന് വെച്ചാൽ നടക്കാത്തവരില്ലേ നടക്കാൻ വയ്യാത്തവരില്ലേ നടക്കാൻ വെച്ചിട്ട് പിന്നെ നടക്കാൻ വയ്യാതായവരില്ലേ അതാണ് അനുഗ്രഹം നൽകി പറഞ്ഞത് ആരോഗ്യം നൽകി അപ്പം നമ്മുടെയൊക്കെ അനുഭവത്തിൽ തന്നെ ഇല്ലേ നല്ല ആരോഗ്യത്തിലും നല്ല ആവേശത്തിലും ഓടി നടന്ന ആൾക്കാർ പെട്ടെന്നൊരു ദിവസം പിന്നെ അവർക്കില്ലേ മിണ്ടാൻ വയ്യ നടക്കാൻ വയ്യ പലർക്കും കഴുത്തിൻ്റെ താഴെ ചലനമറ്റിരിക്കുന്നു ചിലരുടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു എന്താണ് അതിൻ്റെയൊക്കെ ഒരു ഇങ്ങനെ നമ്മൾ കൊടുത്തൊരു അത് ചിലപ്പോൾ നല്ല സാമ്പത്തികമായിട്ടുള്ള സുസ്ഥിതി നൽകിയിട്ടുണ്ടാകും വിദേശത്തൊക്കെ പോയി നല്ല സമ്പാദിച്ചു നല്ല വീട് വെച്ചു നല്ല ബിസിനസ് ഉണ്ടായിരുന്നു നല്ല വാഹനങ്ങളുണ്ടായിരുന്നു പക്ഷേ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് അങ്ങോട്ട് തകർന്ന് ബാക്കിയുള്ള കാശൊക്കെ അതിക്ക് മുടക്കി എല്ലാം നശിച്ച് അങ്ങനെ ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട് പാരമ്പര്യമായിട്ട് നല്ല ഭൂസ്വത്തും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ അതൊക്കെ വിറ്റ് കഴിഞ്ഞ് അവസാനം ആരോടെങ്കിലും റേഷൻ വാങ്ങാൻ ആരെങ്കിലും കൊടുക്കേണ്ടി വരുന്നു അതും നമ്മുടെ അനുഭവത്തിൽ നമ്മൾ കാണുകയും അറിയും ഇങ്ങനെ അനുഗ്രഹം നമ്മൾക്ക് പാടാണിത് നമ്മളിപ്പോൾ നടക്കണില്ലേ, നമ്മളിപ്പോൾ കാണണില്ലേ, നമ്മളിപ്പോൾ വർത്തമാനം പറയണില്ലേ, നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കണില്ലേ,
ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് നമ്മിൽ നിന്ന് നീക്കിക്കളയാൻ കഴിയും. നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നാം ഒരു റഹ്മത്ത്, ഏതോ റഹ്മത്ത് തന്നെ ഞാൻ വിശദീകരിക്കണ്ടല്ലോ, ഓരോന്നും റഹ്മത്ത് തന്നെ നമ്മൾ അനുഭവിക്കണം, നമ്മൾ ആസ്വദിക്കണം. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തുകളാണ്. മക്കളൊരു റഹ്മത്തല്ലേ, കുടുംബം ഒരു റഹ്മത്തല്ലേ, ഒക്കെ റഹ്മത്ത് തന്നെയാണ്. കുടുംബം ഒരു റഹ്മത്ത്, അത് ചില്ലറയൊന്നുമല്ല. കുടുംബത്തിൻ്റെ പിന്തുണയും കുടുംബത്തിലുള്ള സ്വീകാര്യതയും കുടുംബത്തിൻ്റെ അംഗങ്ങളുടെ അതൊക്കെ വലിയ സംഗതിയാണ്. ഒറ്റപ്പെടുന്ന ഒരവസ്ഥ അങ്ങനെ ഉണ്ടല്ലോ, നമുക്കൊരു വിഷയം ഉണ്ടാകുമ്പോഴല്ലേ നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യം നമ്മൾ കാണുക, അവരുടെ സഹായം നമ്മൾ അറിയാം. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു റഹ്മത്ത് നമ്മളൊരു മനുഷ്യനെ കൊടുത്തിട്ട് സുമ്മ നസഇനാഹ മിൻഹു, ചിലപ്പോൾ നാം അതിൽ നിന്ന് ഊരിയെടുക്കും. ഈ അദഖ്ന എന്നുള്ള പ്രയോഗത്തിന് പ്രത്യേകത എന്താണ്? ഇവിടെ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഒന്ന് രുചി നോക്കണം. അച്ചാറൊന്ന് രുചി നോക്കുക അറിയില്ല നമ്മൾ, കൂട്ടാനൊന്ന് രുചി നോക്കുക അറിയില്ല നമ്മൾ, ഭക്ഷണമൊക്കെ ഞാനൊന്ന് രുചിച്ച് നോക്കി, ഞാനൊരു പിടിയൊന്ന് എടുത്ത് തിന്ന് നോക്കി, അല്ലെങ്കിൽ ഒരു കഷ്ണം, എന്താ ഒരു രുചി നോക്കല്ല. ഞാൻ അതിന് ഒരു സ്പൂണ് കോരി തിന്നലതല്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഒരു സ്പൂണ്, എന്തിനാ രുചി നോക്കിയത്. അപ്പോൾ ഈ ദുനിയാവിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്താണ്? അതിൻ്റെ ഒരു ചെറിയൊരു രുചിയാണ്. ബാക്കി അനുഗ്രഹത്തിൻ്റെ പൂർണ്ണത അത് പരലോകത്തിലുള്ളതാണ്. അപ്പം അങ്ങനെ നമ്മളെ മനുഷ്യനെ ആസ്വദിപ്പിച്ചാൽ നമ്മിൽ നിന്ന് റഹ്മത്തൻ, ഒരു കാരുണ്യം, ഒരു അനുഗ്രഹം. സുമ്മ നസഇനാഹ മിൻഹു, പിന്നെ നസഅ ഊരിയെടുക്കുക എന്നാണ് വാക്കിനർത്ഥം, നീക്കിക്കളയുക എന്ന് സൂചന. നാം അത് അവനിൽ നിന്ന് ഊരിയെടുത്താൽ അത് ആരോഗ്യമാകാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാ? ആരോഗ്യം തന്നെ. ആരോഗ്യം ഉണ്ടെങ്കിലേ വേറെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുള്ളൂ. അപ്പോൾ ആരോഗ്യം അള്ളാഹിനോട് എപ്പോഴും ദുആ ചെയ്യേണ്ടതാണ്. സൂറത്ത് യൂനുസിൽ നമ്മൾ ഏകദേശം ഇത് പഠിച്ചിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരാശയം. സുമ്മ നസഅനാഹ മിൻഹു, പിന്നെ അവനിൽ നിന്ന് നാം അതിനെ ഊരിയെടുത്താൽ ഇന്നഹു ലയഖൂസ്, അപ്പോൾ നിരാശനാകും. അത് മനുഷ്യ സഹജമായ വികാരമാണ്. ആ വികാരത്തിൽ നിന്ന് രക്ഷപ്പെടണം. രോഗം വന്നാൽ അങ്ങനെ പല മഹാന്മാരും പ്രതികരിച്ചിട്ടുണ്ട്. ഒരു കൈ നഷ്ടപ്പെട്ടു, ഒരു കൈയല്ലേ, ഒന്നവൻ ബാക്കി നിർത്തിക്കണല്ലോ, അൽഹംദുലില്ലാഹ്. പക്ഷെ അതൊരു സാധാരണക്കാരെ കൊണ്ട് പറയാൻ കഴിയും തോന്നണില്ല. അങ്ങനെയാണ്. നമ്മൾ ഫലസ്തീൻ പോരാളിയായിരുന്ന ഷെയ്ഖ് അഹമ്മദ് യാസീനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തെ ഇസ്രായേലിയർ ബോംബെറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്തത്. അദ്ദേഹം വീൽ ചെയറിലായിരുന്നു. അഹമ്മദ് യാസീൻ വീൽ ചെയറിലേ നടക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ കഴുത്തിൻ്റെ കീഴ്പ്പെട്ട് ചലനമല്ല. അദ്ദേഹമാണ് ഹമാസ് പോരാളികളുടെ അന്നത്തെ തലവൻ. ഞാനൊരു ഉദാഹരണം പറയാം. അദ്ദേഹത്തിൻ്റെ ഈ വൈകല്യം, കഴുത്തിൻ്റെ കീഴ്പ്പെട്ട് ചലിപ്പിക്കാൻ കഴിയില്ല, വീൽ ചെയറിലേ നടക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹത്തോട് ഇതിൻ്റെ ഒരു പ്രയാസം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നേരെ തലക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല ബുദ്ധിയാണ്, നല്ല നേതൃത്വ കഴിവുള്ള ആളാണ്, ആൾക്കാർ നയിക്കാൻ സാമർഥ്യമുള്ള ആളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം ആരോ അന്വേഷിച്ചപ്പോൾ പറയുക, നിങ്ങൾ നേരെ മറിച്ചൊന്ന് ആലോചിച്ച് നോക്കാണ്, എൻ്റെ ശരീരത്തിനൊക്കെ നല്ല കഴിവുണ്ട് നോക്കുക, നല്ല ആരോഗ്യമുണ്ടെന്ന് നോക്കുക, എനിക്ക് ബുദ്ധിയില്ല എന്ന് നോക്കുക, എന്തായിരിക്കും അവസ്ഥ? ബുദ്ധിസ്ഥിരതല്ലായ്മ, മാനസികം, അതൊന്നും ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. അപ്പോൾ ഞാൻ എത്ര ഭാഗ്യവാനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതാണ് ഈമാനിൻ്റെ രുചി അറിഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ വികാരം. നമുക്കൊക്കെ അത് സാധിക്കുമോ എന്നുള്ളത് നമ്മൾ സ്വയം വിലയിരുത്തേണ്ടത്. അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും നമുക്കവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ഊരിയെടുക്കുന്നതിൽ നിന്നൊക്കെ നാഥ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണം. ഒരു ദുആയിൽ നമ്മൾ പറയാറുണ്ടല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. ആ പ്രാർത്ഥന പഠിച്ചോളി. വ തഹവ്വുലി ആഫിയതിക വ ഫുജാഅതി നിഖമതിക വ ജമീഇ സഖതിക. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അത് നമ്മൾ പഠിക്കേണ്ട ഒരു ദുആ ആണ്. അപ്പോൾ സുമ്മ നസഅനാഹ മിൻഹു ഇന്നഹു ലയഊസുൻ കഫൂർ. അവൻ നിരാശനാകും, അവൻ നന്ദി കെട്ടവനുമാകും. ഈ ആയത്തെ ഓതുമ്പോൾ എന്താ നമ്മളെ മനസ്സിൽ ഉണരേണ്ടത്? ഇതിങ്ങനെ വെറുതെ വായിച്ചു പോയാൽ മതിയായി വരി. അള്ളാഹ് എനിക്ക് ഒരുപാട് നിഅമത്തുകൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് അനുഗ്രഹം തന്നിട്ടുണ്ട്, എനിക്ക് ശാരീരികമായ അനുഗ്രഹം, സാമ്പത്തികമായ അനുഗ്രഹം, പട്ടിണിയൊന്നുമില്ലല്ലോ, പിന്നെ മക്കളെ തന്നിട്ടുണ്ട്, വീട് തന്നിട്ടുണ്ട്, ഭാര്യനെ തന്നിട്ടുണ്ട്, കുടുംബത്തെ തന്നിട്ടുണ്ട്,
സന്തോഷമായിട്ട് സമാധാനമായിട്ട് പോയി ഇരിക്കാൻ പള്ളി തന്നിട്ടുണ്ട്. ഇതൊന്നും ഇല്ലാത്തവരും ഈ ദുന്യാവിലില്ല. പള്ളി പൊളിച്ചു പോണവരില്ലേ, നമ്മളെ നാട്ടിൽ തന്നെ ഇല്ലേ വീടില്ലാത്തവർ. അപ്പോൾ നമ്മൾ ഈ ആയത്തൊക്കെ ഓർക്കുമ്പോൾ അല്ലാഹ് ഈ തന്ന അനുഗ്രഹങ്ങളൊന്നും തിരിച്ചെടുക്കല്ല രക്ഷിതാവേ. നെഞ്ഞിൽ കൈവച്ച് ദുആ ചെയ്യണം. അങ്ങനെ അതിനാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നത്. നമ്മൾ പ്രാവർത്തികമാക്കണം, ആ ആശയം നമ്മൾ ഉൾക്കൊള്ളണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചും ആസ്വദിച്ചും അതൊക്കെ നിലനിന്നും ജീവിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരെ ഉൾപ്പെടുത്തി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ദുആ പറഞ്ഞില്ലേ, അതൊന്നുകൂടി അർത്ഥം പറയാം. പഠിക്കണമെങ്കിൽ പിന്നെ ഞാൻ അത് നമ്മളെ ഗ്രൂപ്പിലൂടെ എന്തെങ്കിലും ചെയ്യും. നമ്മൾ പഠിക്കേണ്ട ഒരു ദുആ ആണ്. അല്ലാഹുമ്മ എന്താണത്? ഒരുപാട് ദുആ ഉണ്ട് ആ അർത്ഥത്തിലുള്ളത് കേട്ടോ, ഒരുപാട് ദുആ ഉണ്ട്. അതിലൊന്നും ഇപ്പോൾ ഞാൻ പറയാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു, മിൻ സവാലി നിഅമതിക, നിന്റെ നിഅമത്ത് നീങ്ങിപ്പോകുന്നതിൽ നിന്നും. എന്തൊക്കെയാണ് നമ്മളെ നിഅമത്ത്? നമുക്കറിയാലോ ഓരോന്നും അല്ലേ. നമ്മൾ സമാധാനമായിട്ട് ജീവിക്കണില്ല ഇവിടെ, അതന്നെ വലിയ നിഅമത്ത്. വലിയ സമ്പന്നതയൊന്നും ഇല്ലെങ്കിലും പട്ടിണി ഇല്ലല്ലോ, അതന്നെ നിഅമത്ത്. ആരോഗ്യമല്ലേ ഉണ്ട്, നാട്ടിൽ ആൾക്കാർ സൗഹൃദവും സ്നേഹമല്ലേ അതും ഉണ്ട്. അത് നീങ്ങിപ്പോയാലോ, വടക്കേ ഇന്ത്യയിലെ മാതിരി പട്ടിണിയിലേക്ക് പോയാലോ, നമസ്കരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത വിധം ശത്രുതയിലേക്ക് മാറിയാലോ, അല്ലാഹ് കാക്കണേ. അതാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വ തഹവ്വുലി ആഫിയതിക. ആഫിയത്ത്, ആരോഗ്യം, എല്ലാം ആദ്യത്തിൽ പെട്ടു. എന്നാൽ ഒന്നുകൂടി എടുത്തു പറയുക, ആഫിയത്ത്, ആരോഗ്യവും ആശ്വാസമാണ്. അത് മാറിപ്പോവുക. തഹവ്വുൽ പറഞ്ഞാൽ മാറ്റം വരിക. ആരോഗ്യം അനാരോഗ്യമായി മാറുക, സൗകര്യം അസൗകര്യമായി മാറുക, സന്തോഷവും ആശ്വാസവും ദുരിതമായി മാറുക. അതിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക, പെട്ടെന്നുള്ള ശിക്ഷ, പെട്ടെന്ന് ശിക്ഷ ഇറങ്ങുക. ഏതെങ്കിലും തരത്തിൽ രോഗമാകാം, അപകടങ്ങളാകാം, ദുരിതങ്ങളാകാം, അതൊക്കെ. വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക, നിന്റെ എല്ലാ തരത്തിലുള്ള സുഖ്ത്, കോപം, വെറുപ്പിൽ നിന്നും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അല്ലാഹുമ്മ അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. അത് നമ്മൾ ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നൽകിയ അനുഗ്രഹങ്ങളൊക്കെ അനുഭവിച്ചും ആസ്വദിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകാൻ ശ്രമിക്കണം. രക്ഷിതാവേ, നാഥ, കാരുണ്യവാനായ അല്ലാഹുവേ, യാ റഹ്മാൻ യാ റഹീം, നീ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങളെ നിലനിർത്തുമാറാകണേ അല്ലാഹ്. കടുത്ത പരീക്ഷണങ്ങൾക്ക്, വേദനകൾക്ക്, ദാരിദ്ര്യത്തിന്, പട്ടിണികൾക്ക്, രോഗങ്ങൾക്ക് നീ വിധേയരാക്കല്ലേ തമ്പുരാനെ. എന്നും നിനക്ക് നിന്നോട് നന്ദിയുള്ളവരായിക്കൊണ്ട് നിന്നോടുള്ള ഈമാനിലും നിനക്കുള്ള ഇസ്ലാമിലും ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെല്ലാവരെയും നീ തൗഫീഖുള്ളവരായി അനുഗ്രഹിക്കുമാറാകണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ